അന്റാർട്ടിക്കയിലേക്ക് പോകാതെ തന്നെ അവിടുത്തെ മനോഹര കാഴ്ചകൾ കാണണം എങ്കിൽ കണ്ണൂർ പോലീസ് മൈതാനത്ത് ആരംഭിച്ച സ്നോലാൻഡ് എക്സ്പോയിലേക്ക് പോന്നോളൂ. പലർക്കും സിനിമയിലും മറ്റും കണ്ടും കേട്ടും പരിചയം മാത്രമുള്ള അന്റാർട്ടിക്കയിലെ മനോഹര ദൃശ്യങ്ങളാണ് കണ്ണൂർ പോലീസ് മൈതാനത്ത് ആരംഭിച്ച സ്നോലാൻഡ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ ഒരു എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സ്പോയുടെ മുഖ്യ ആകർഷണമാണ് ഈ കേവ്. ഇതിലൂടെ കയറി പോകുമ്പോൾ നിരവധി പെൻഗ്വിൻസിനെയും ഐസ് ഒക്കെ കാണാൻ കഴിയും. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ, 8 തരം പെൻഗ്വിനുകൾ, മാമത്ത്, ഐസ് ടൈഗറുകൾ, പോളാർ കരടി തുടങ്ങിയവയും എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. $12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഐസൈക്കിൾ കേവ് എന്ന പേരിൽ ഏവർക്കും ഇഷ്ടമുള്ള ഐസ് ഏജ് സിനിമയിലെ കഥാപാത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ മുതിർന്നവർക്കും അതിലുപരി കുട്ടികൾക്കും ഏറെ ആസ്വദിക്കാൻ കഴിയും ഈ സ്നോലാൻഡ് എക്സ്പോ. കുട്ടികളുടെ വലിയ ആഗ്രഹമായിരിക്കും ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെ കാണണം, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹവും നമുക്കിവിടെ വന്നാൽ സാധിക്കാം. കൊടും തണുപ്പുള്ള അന്റാർട്ടിക്കയിലെ ഗുഹകളും മൃഗങ്ങളും ഐസ് ട്രീകളും തുടങ്ങിയ മനോഹര കാഴ്ചകൾ ജനങ്ങൾക്ക് കാണാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരം അന്റാർട്ടിക്കൻ ദൃശ്യങ്ങൾ ഒരു എക്സിബിഷനിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ പറഞ്ഞു. അന്റാർട്ടിക്ക കാഴ്ചകളാണ് ഈ എക്സിബിഷൻ്റെ ഒരു പ്രധാന ആകർഷണം. എക്സിബിഷൻ രംഗത്ത് തന്നെ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് പറയാം. കാരണം ആദ്യമായിട്ടാണ് 12,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു അന്റാർട്ടിക്ക എങ്ങനെ ഉണ്ടാവും എന്നുവെച്ചാൽ, പൊതുവേ അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ -80 ഡിഗ്രീസ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ അവിടെ. പൊതുവേ ഐസിൻ്റെ ഷീറ്റ്സായിട്ട് കംപ്ലീറ്റ് കൊടും തണുപ്പുള്ളൊരു സ്ഥലത്തിൻ്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടി 12,000 സ്ക്വയർ ഫീറ്റിൽ ഐസിൻ്റെ ഗുഹകൾ, പിന്നെ ഐസുമായിട്ട് ചെടികളും മരങ്ങളുമൊക്കെ ഐസ് നിറഞ്ഞ് അവിടെ ഉള്ള ജീവജാലങ്ങൾ എന്ന് വെച്ചാൽ മൃഗങ്ങൾ, അവിടെ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു തീം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഈ അന്റാർട്ടിക്ക കാഴ്ചകൾ ഒരു എക്സിബിഷൻ രൂപത്തിൽ കണ്ണൂരിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമായ അന്റാർട്ടിക്കയിലെ മൃഗങ്ങളും അവിടുത്തെ ജീവിത രീതിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു പുത്തൻ അനുഭവം തന്നെയാണ് സമ്മാനിക്കുക. അടിപൊളിയാണ്. ക്യാരക്ടേഴ്സിനെയൊക്കെ അറിയോ? വീട്ടിലെ കുറേ ജീവികളെ, ആനേനെയൊക്കെ കണ്ടോ അവിടെ?
എങ്ങനെയുണ്ട്? അന്റാർട്ടിക്ക പോലെ തോന്നുന്നുണ്ടോ? അന്റാർട്ടിക്ക പോലെ തോന്നുന്നുണ്ടോ? തണുപ്പൊക്കെ ഉണ്ടോ? ഫുള്ള് കണ്ടോ? ഇല്ല, ഫുള്ള് ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? എല്ലാം നല്ല മട്ടന്നൂർ ഫാമിലി തന്നെയാണോ? ഞാനും മോളും. നല്ല രസമുണ്ട്, തണുപ്പുള്ളതുകൊണ്ട് നല്ല ഫീൽ ആയിട്ടുള്ളതുകൊണ്ട് ഇഷ്ടമായി. രാവിലെ തൊട്ട് കാത്തിരിക്കുന്നായിരുന്നു ഇതിന് വേണ്ടിയിട്ട്, വരാൻ വേണ്ടിയിട്ട്. ഓ, തണുപ്പിൻ്റെ ഒക്കെ ഫീലുണ്ട്. പിന്നെ ഐസ് ഏജിൻ്റെ സിനിമേൻ്റെ എല്ലാ കാര്യങ്ങളുള്ളതുകൊണ്ട് നല്ല ഫീലിംഗ്. അടിപൊളി. മൂവി കണ്ടിട്ടുണ്ടോ? ആ, ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നല്ലതാണ്. നല്ല എക്സ്പീരിയൻസ്. കൊള്ളാം. നല്ല ഒരു അന്റാർട്ടിക്കയിലേക്ക് പോയ ഫീൽ ചെറിയൊരു കൊള്ളായിരുന്നു. കൂത്തുറമ്പ്. ഈ ഇത് കാണാനായിട്ട് വന്നത്? ഇത് കാണാൻ വേണ്ടി വന്നത്. എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. മുഴുവനായിട്ട് കണ്ടിട്ടില്ല, പകുതി എത്തിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ കാണണം. വീട് വൈബ് ഐസ് ഏജിൽ വന്ന പോലെ ഉണ്ട്. ക്യാരക്ടേഴ്സിന്റെ കൂടെയൊക്കെ റിയൽ ടൈം. കപ്പിൾസായി അടിച്ചുപൊളിക്കാൻ വയസ്സുകാലത്ത് ഇഷ്ടമായോ? ഇഷ്ടമായി. ഒരു അന്റാർട്ടിക്കയിൽ പോയ ഫീലൊക്കെ അതല്ലേ ഉണ്ട്. ഒരു തണുപ്പുണ്ട്, വെള്ളമൊന്നും വേണ്ട. ബോട്ടലിൽ വെള്ളം വാങ്ങണമെന്ന് വിചാരിച്ചത്, അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം തൽക്കാലം വേണ്ട. എന്നോട് ഐസ് നാട്ടിൽ പോയാൽ മതിയുണ്ട്. സ്നോലാൻഡ് എക്സ്പോ കാണാൻ വരുന്നവർക്കായി ലക്ഷറി കാറുകളുടെ പ്രദർശനവും വിൽപ്പനയും. കണ്ണൂരിൽ ആദ്യമായി ഇറക്കുമതി ചെയ്ത അമ്യൂസ്മെന്റ് റൈഡുകൾ, 150-ൽ പരം എയർ കണ്ടീഷൻ ഷോപ്പിംഗ് സ്റ്റാളുകൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ പാനീയ വിഭവങ്ങൾ, വിവിധ തരം ഐസ്ക്രീമുകൾ എന്നിവയ്ക്കൊപ്പം മറ്റനേകം അപൂർവ വിഭവങ്ങളും ലഭ്യമാകുന്ന ഫുഡ് കോർട്ടും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. A to Z ഡിഫൻസ്, ഫൺ വേൾഡ്, ബാംഗ്ലൂർ എന്നിവരാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. പ്രദർശന സമയം തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 4 മുതൽ 9:30 വരെയും ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ 11 മുതൽ രാത്രി 9:30 വരെയുമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും അന്റാർട്ടിക്കയിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത്തരം അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ക്യാമറാമാൻ അമൽ രാമചന്ദ്രനൊപ്പം നേഹ നായർ, കേരള ഓൺലൈൻ ന്യൂസ്.